ഈ ഇടവകയിലെ ഏകദേശം മുഴുവൻ യുവതി യുവാക്കൾ അച്ഛൻ്റെ വാക്ക് കേട്ട് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കുമ്പസാരമെന്ന ഉദാസ സ്വീകരിച്ച് അതിനുശേഷം നമ്മളിവിടെ ഹാളിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. യുവജനങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഇവിടെ ആരുമില്ലെന്നാണ് പൊതുവെ എന്തെങ്കിലും പരിപാടികൾക്ക് വിളിക്കുമ്പോൾ പറയുന്നത്. ഇവിടെ ആരും എല്ലാവരും പോയെന്നാണ് പറയുന്നത്. അതല്ല സത്യം. വിളിക്കേണ്ട രീതിയിൽ വിളിച്ചാൽ, സംഘടിപ്പിച്ചാൽ നമ്മുടെ ആളുകൾ ഇവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ട്. അത് അവർ നന്നായിട്ട് അവിടെ പോയി പഠിക്കുകയും ജീവിക്കുകയും ചെയ്യട്ടെ. ഇവിടെ ആയിരിക്കുന്നവർ ഇവിടെ നന്നായിട്ട് ഷൈൻ ചെയ്യാനായിട്ട്, നന്നായിട്ട് ശോഭിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ രൂപത ഈ വർഷം യുവജന വർഷമായിട്ട് ആചരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെ ബൈബിൾ കൺവെൻഷൻ സെൻറ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ഡിസംബർ മാസം 23-ാം തീയതി അഭിവൃദ്ധി പിതാവ് തിരിതെളിച്ച് ജൂബിലി വർഷം അല്ലെങ്കിൽ SMIM എന്ന സംഘടന സ്ഥാപിതമായിട്ടും 50 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. അതിൻ്റെ സമാപന സമ്മേളനം ജൂലൈ മാസത്തിൽ നടത്തപ്പെടുകയാണ്. പ്രാവശ്യത്തെ രൂപത കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വളരെ വിപുലമായിട്ടുള്ള കർമ്മ പദ്ധതികൾ അവർ പ്രസിഡന്റ് എഡ്വിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ അവർ ഈ രൂപതയിലെ മുഴുവൻ പള്ളികളിലേക്കും ഒരു യാത്ര ആരംഭിക്കുക. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ 5 പേരെണ്ണം തോന്നുന്നു. രൂപതയിലെ മുഴുവൻ 171 പള്ളികളും അവർ സന്ദർശിക്കുക. അവിടെ പോയി യുവജനങ്ങളെ കാണും, വികാരിച്ചതിനെ കാണും. ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ ജൂബിലി വർഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ അഭിവൃദ്ധി പിതാവ് ആവശ്യപ്പെട്ടിരുന്നതനുസരിച്ച് അടുത്ത വർഷം പുതുഞായറാൻ 2025 ഏപ്രിൽ മാസത്തിലായിരിക്കും പുതുഞായർ. അന്ന് ഈ രൂപതയിൽ മുഴുവൻ യുവജനങ്ങളുടെയും ഒരു മഹാസമ്മേളനം വാഗമൺ മലയിൽ നമ്മൾ നടത്തുകയാണ്. അതിനൊരു കാരണമുണ്ട്. രൂപത സ്ഥാപിതമായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. ജൂലൈ മാസത്തിലാണ് ഈ പ്ലാറ്റിനം ജൂബിലിയുടെ ഔദ്യോഗികമായിട്ടുള്ള ആരംഭം. ജൂലൈ മാസം 26-ാം തീയതിയാണ്. അത് വിശുദ്ധ അൽഫോൻസാമയുടെ കബറടക്കത്തിലാണ് ഔദ്യോഗികമായിട്ട് ആരംഭം കൊണ്ടിരുന്നത്. അവസാനിക്കുന്നത് പിറ്റത്തെ വർഷം 26 ജൂലൈയിലായിരിക്കും. ഈ കാലയളവിൽ ബൃഹത്തായ ഒരുപാട് കാര്യങ്ങൾ രൂപതയിൽ വിഭാവനം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രൂപതയിലെ യുവജനങ്ങൾ ഒരുമിച്ച് വരും. അതിൻ്റെ ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞാനിപ്പോൾ ഇവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ഇടവകയിലെ ഇത്രയും യുവജനങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടും. നിങ്ങളുടെ വീട്, സ്വന്തം വീടുണ്ട്. ആ വീട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഭവനം അത് ഇടവകയാണ്. ഞാനിപ്പോൾ എന്തായിരിക്കുന്നുവോ എൻ്റെ ഇടവകയിൽ നിന്ന് ഞാൻ കുഞ്ഞുനാളിൽ ഞാൻ സ്വീകരിച്ച കാര്യങ്ങളാണ്. വിശ്വാസമാണെങ്കിലും എൻ്റെ വളർച്ചയാണെങ്കിലും എൻ്റെ ദൈവവിളിയാണെങ്കിലും ഞാൻ എന്തെല്ലാം ആയിരിക്കുന്നു അതെല്ലാം ഐ ഓ ടു മൈ ഹോം പാരിഷ്. അപ്പോൾ നിങ്ങൾ വളർന്ന് വലുതായിട്ട് വലിയ നിലകളിലായിരിക്കും. അപ്പോഴും നമ്മൾ പിച്ച് വെച്ച് കളിച്ചു നടന്ന ഈ പള്ളിയുടെ പരിസരങ്ങൾ, ഈ ദേവാലയം, നിങ്ങൾ പഠിച്ച കാറ്റക്കിസം ക്ലാസ്സുകൾ, നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ, നിങ്ങൾക്ക് മാമൂസ് നൽകിയ അച്ഛൻ, ആദ്യകുമാരൻ നിങ്ങളുടെ അച്ഛൻ, ഇതിലെ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട, അതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ദൈവം ഒരുക്കുന്ന ഏറ്റവും വലിയ വലിയ കല്ലുകളാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഇടവകയോട് വലിയൊരു ആത്മബന്ധം ഉണ്ടായിരിക്കും. എൻ്റെ വീടാണ്, എൻ്റെ ആത്മീയ ഭവനമാണ്. അതുകൊണ്ട് നിങ്ങൾ വികാരിച്ചൻ വിളിക്കുമ്പോൾ മാത്രമല്ല, സാധിക്കുന്ന എല്ലാ സമയങ്ങളിലും ദേവാലയത്തിൽ വരാനും പ്രാർത്ഥിക്കാനും നിങ്ങളുടെ വിഷമങ്ങൾ ഈശോയോട് പറയാനും ഒക്കെ സാധിക്കണം. ആ ഒരു ബന്ധം നമുക്ക് ഇടവകയുമായിട്ട് ഉണ്ടായിരിക്കും. നമ്മൾ ജീവിക്കുന്നത് വലിയ പ്രതിസന്ധിയുടെ നടുവിലാണ്. പലതരത്തിലുള്ള വെല്ലുവിളികൾ നമ്മളെ തുറച്ചു നോക്കുന്നുണ്ട്. നമുക്ക് രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്ന നോഹയുടെ പെട്ടകമാണ് നമ്മുടെ ഇടവക ദേവാലയം. നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. ചുറ്റുപാടും ജലപ്രളയം ഉണ്ടായപ്പോഴാണ്, ആ പ്രളയത്തിൽപ്പെട്ട് മുങ്ങിത്താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നോഹയോട് ദൈവം പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത്. തിന്മയുടെ ഒരുപാട് ജലപ്രവാഹം നമുക്ക് ചുറ്റുമുണ്ട്. മദ്യത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, നിരീശ്വരവാദങ്ങളുടെ, അങ്ങനെ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പൂർവികരിലൂടെ ഒരു മനോഹരമായ പെട്ടകം ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഈ പെട്ടകത്തിൽ കയറിയാൽ നമുക്ക് രക്ഷപ്പെടാം. ഞാൻ 5 വർഷക്കാലം അമേരിക്കയിൽ ജോലി ചെയ്യാനായിട്ട് എനിക്ക് അവസരമുണ്ട്. നമ്മുടെ രൂപതാംഗമായ ബഹുമാനപ്പെട്ട തോമസ് കടുകപ്പള്ളി അച്ഛൻ അവിടെ ന്യൂജേഴ്സി എന്ന ഒരു സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൽ ഒരു പള്ളിയുടെ വികാരിയായി 40 വീട്ടുകാർ മാത്രമേ ആ പള്ളിയിൽ അച്ഛൻ അവിടെ ചെല്ലുമ്പോൾ അതൊരു മിഷനായിരുന്നു. ഇടവപ്പള്ളി ആയിട്ടില്ല, സ്വന്തമായിട്ട് പള്ളിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. പക്ഷെ അച്ഛൻ്റെ ഒരു വളരെ തീഷ്ണത നിറഞ്ഞ അജപാലന പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഓരോ ദിവസവും ആളുകൾ കൂടാൻ തുടങ്ങി. അങ്ങനെ ആ പള്ളി പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യമുണ്ട്. വളരെ മനോഹരമായ പള്ളിയാണ്. അമേരിക്കക്കാർ പോലും വന്നും ആ പള്ളിയിൽ വന്ന് കല്യാണം നടത്താനും മാമോദിസ നടത്താനും പോയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ട് അൾത്താരയെല്ലാം ഒരു അമേരിക്കക്കാരനാണ് പെയിൻറ് ചെയ്യുന്നത്. അപ്പോൾ ഈ പള്ളി പണിയുമ്പോൾ ഒരു സാമൂഹിക പ്രവർത്തകർ, കത്തോലിക്കയാണ്, വിൻസെൻ്റ് പോളിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അവർ ചോദിച്ചു, അച്ഛാ, വൈ ആർ യു വേസ്റ്റിംഗ് ദിസ് മണി? എന്തിനാണ്? ഏകദേശം $7 മില്യൺ പണി മുടക്കിയാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. എന്തിനാണ് ഇത്രയൊരു വേസ്റ്റ്? അപ്പോൾ വികാരിച്ചൻ പറഞ്ഞു, ഞാൻ ഈ പള്ളി പണിയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മക്കൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. സമൃദ്ധിയുടെ നടുവിൽ ആണെന്ന് നമ്മൾ കരുതുമ്പോഴും അമേരിക്കയിൽ നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവജനങ്ങളെല്ലാം വളരെ അരക്ഷിതാവസ്ഥയിലാണ്. ഏത് സമയത്താണ് വെടിപൊട്ടെന്ന് അറിയത്തില്ല. ഏത് സമയത്താണ് കുഞ്ഞുങ്ങളുടെ ജീവിതം പൊലിയുന്നതെന്ന് പോലും അറിയത്തില്ല. എത്രയോ കുഞ്ഞുങ്ങൾ ഈ പറഞ്ഞതുപോലെ ജ്യൂസിനകത്ത് മയക്കുമരുന്ന് കൊടുത്ത് ഈ കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടുള്ള അനുഭവം നമ്മുടെ മലയാളികളായ ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാനവിടെ ആയിരുന്നപ്പോൾ 2-3 പേര് അവരുടെ ശവസംസ്കാരത്തിൽ പങ്കെടുത്ത് ഓർക്കുന്നു. നമ്മൾ സുരക്ഷിതം എന്ന് കരുതുന്ന ഇടങ്ങളിൽ പോലും. അപ്പോൾ എന്നോട് പല മാതാപിതാക്കൾ, അച്ഛാ പ്രാർത്ഥിക്കണേ, എൻ്റെ കൊച്ച് അടുത്ത വർഷം കോളേജിലേക്ക് പോവുകയും, ഇതുവരെ അവൾ വീട്ടിലായിരുന്നു. 14 വയസ്സായി. 14 വയസ്സ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അവൾ കോളേജിൽ പോകാം, അല്ലെങ്കിൽ അവർ സ്വാതന്ത്ര്യം നേടുന്ന പറയുന്നത്. ഉള്ളിൽ തീ അണച്ചു. ഇനി എന്താ സംഭവിക്കുന്നത്? ഈ കോളേജിനകത്തൊക്കെ നടക്കുന്ന ഒരുപാട് ഗ്യാങ്ങുകളുണ്ട്. അത് മയക്കുമരുന്ന് ലോബികളുണ്ട്. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ ഭാഗ്യവശാൽ നല്ല ശതമാനം ഇന്ത്യൻസ്, കേരള മാത്രമല്ല ഇന്ത്യൻസ്, അവർ എല്ലാ കാര്യങ്ങളിലും ബ്രില്യൻ്റാണ്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റികളിലൊക്കെ ബഹുമിടുക്കരാണ്, അങ്ങനെ പഠിക്കുന്നവർ. ആ കുഞ്ഞുങ്ങളെ തെരഞ്ഞു പിടിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട്, കൊല്ലാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾക്കുണ്ട്. കാരണം ഈ കുഞ്ഞുങ്ങൾ ബെസ്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു വളർന്നാൽ മറ്റ് രാജ്യക്കാർക്ക് കിട്ടേണ്ട അവസരങ്ങൾ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഇവനെ അല്ലെങ്കിൽ ഇവളെ തീർക്കുക എന്നുള്ളത്, അങ്ങനെ ഒരു അൺനോൺ ആയിട്ട് ഒരു കച്ചിത്തുരുമ്പ് പോലും ബാക്കി വയ്ക്കാതെ തകർത്ത് തരിപ്പണമാക്കിയ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമുക്ക് അരക്ഷിതത്വം, സുരക്ഷിതത്വമില്ലായ്മ, അപകടം എല്ലായിടത്തും ഉണ്ട്.
അതിവിടെയുണ്ട്. ഞാൻ ഈ 5 വർഷത്തെ അമേരിക്കയിലെ വാസം നടത്തിയപ്പോൾ ഇവിടെ കുറച്ചും കൂടി സേഫാണെന്നൊക്കെ കരുതി. പക്ഷെ ഇവിടെയും അതിനേക്കാളും 10 മടങ്ങ് അപകടങ്ങളുടെ മധ്യയാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് മദ്യ മയക്ക് മരുന്ന് ലോബികൾ വളരെ ശക്തമായിട്ട് നമ്മളെ പിടിമുറുക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തെ തകർക്കാനായിട്ട് ബോധപൂർവം ശ്രമിക്കുന്ന ആളുകൾ ചുറ്റുമുണ്ട്. നമ്മുടെ പെൺകുട്ടികളെ വശപ്പെടുത്തി മതം മാറ്റാനും അല്ലെങ്കിൽ മറ്റ് ഭീകര പ്രവർത്തനങ്ങൾ പോലും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളുണ്ട്. അനാവശ്യമായിട്ടുള്ള പ്രണയ കെണികളിൽപ്പെട്ട് ജീവിതം തീർക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ സുരക്ഷിതത്വം എന്നുള്ളത് നമുക്ക് അത്ര പോസിറ്റീവായ കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ദേവാലയം നമ്മൾ അതിനെ മുറുകെ പിടിക്കും. നിങ്ങൾ എവിടെ പോയാലും, നിങ്ങൾ പഠിക്കാൻ ഒരുപക്ഷെ ഔട്ട് ഓഫ് കേരള പോകാം, ഔട്ട് ഓഫ് ഇന്ത്യ പോകാം, എവിടെ പോയാലും നിങ്ങളുടെ ഉള്ളിൽ ജ്വലിക്കുന്ന വിശ്വാസത്തിന്റെ അനുഭവം ഉണ്ടാകാം. പശ്ചിമ ബംഗാൾ ഗവർണർ, അദ്ദേഹത്തെ കുറിച്ചൊക്കെ കുറച്ച് നാളുകൾ 2-3 ആഴ്ച മുമ്പൊക്കെ ലൈംഗിക അപവാദമൊക്കെ പറഞ്ഞ് കേട്ടത്. എന്താണ് നമുക്കറിയാത്ത, റിയാലിറ്റി അറിഞ്ഞുകൂടാ, രാഷ്ട്രീയമാണെന്ന് പറഞ്ഞുകൂടാ. അദ്ദേഹം മാന്നാനംകാരനാണ്. അദ്ദേഹം ഒരു 3-5 കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നു. പശ്ചിമ ബംഗാളിലെ ഗവർണർ. അദ്ദേഹം ആ സ്ഥാപനത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കാൻ വന്നതാണ്. അപ്പോൾ അവിടെ IAS പരീക്ഷയ്ക്ക് പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന 100 കണക്കിന് വിദ്യാർത്ഥിനികളുണ്ട്. അവരോട് ഈ മനുഷ്യൻ പറഞ്ഞൊരു വാക്കാണ് ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഈ എക്സാം ജയിക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായ യോഗ്യത എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്, ഈശ്വര ചൈതന്യമാണ്. നീ എത്രമാത്രം അധ്വാനിച്ചാൽ, നീ കഷ്ടപ്പെട്ടാൽ, നീ തലകുത്തി മറിഞ്ഞ് പഠിച്ചാൽ, ദൈവവിശ്വാസം നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ആത്മീയതയ്ക്ക് നീ വില കൊടുക്കുന്നില്ലെങ്കിൽ അതെല്ലാം നിഷ്ഫലമാണ്. ഈ വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ 195ാമത്തെ റാങ്ക് വാങ്ങിയ പെൺകുട്ടി, അവളെ ഞാൻ വീട്ടിൽ പോയി അഭിനന്ദിച്ചു. രാമപുരംകാരിയാണ്, വളരെ പെന്തക്കോസ്തക്കാരി, മഞ്ജുഷ ബി ജോർജ്. നമ്മുടെ രാമപുരം ഇടവക്കാരിയാണെന്ന് വിചാരിച്ചു ആഗ്രഹിച്ചു തന്നത്. പക്ഷേ അവൾ പെന്തക്കോസ്തക്കാരിയാണ്, നമുക്കതിന് പ്രയാസമൊന്നുമില്ല. ആ പെൺകുട്ടിയോട് കോളേജിന്റെ പ്രിൻസിപ്പൽ സാർ ചോദിച്ചു, നിനക്ക് എന്താണ് ഇന്നത്തെ നിന്റെ മുന്നിൽ അല്ലെങ്കിൽ നിന്റെ പിന്നിലൂടെ കടന്നു വരുന്ന യുവതി യുവാക്കൾ കൊടുക്കാനായിട്ടുള്ള സന്ദേശം എന്താണ്? 4 വർഷം കഠിനമായിട്ട് അധ്വാനിച്ചിട്ടാണ് ആ പെൺകുട്ടിക്ക് 195ാമത്തെ റാങ്ക് നേടിയത്. അവൾ പറഞ്ഞു, 2 കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന്, കൺസിസ്റ്റൻസി, ഒരു സ്ഥിരതയുണ്ടായിരിക്കും. തോറ്റുപോകാം, 1 അല്ല 2 അല്ല 3 അല്ല, പല പ്രാവശ്യം തോൽക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ട്, പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്, അധ്വാനം മാറ്റിവെക്കരുത്, പുറകോട്ട് പോകരുത്, സ്ഥിരതയോടെ നിൽക്കുക. നമ്മുടെ പല കുട്ടികൾക്കും ഇല്ലാത്ത കാര്യമാണ് ഈ മനസ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി. പരീക്ഷയിൽ അല്പം ഒരു മാർക്ക് കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഉറ്റ സുഹൃത്ത് നമ്മളുടെ ആ സുഹൃത്ത് വലയം പൊട്ടിച്ച് പോയാൽ മതി, വീട്ടിൽ കാരണവന്മാരെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ മതി, മൊബൈൽ ഫോൺ അല്പസമയത്തേക്ക് മാറ്റി വയ്ക്കാൻ പറഞ്ഞാൽ ഉടനെ ഡെസ്പാകും, ഉടനെ വഴക്ക് കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അല്ലെങ്കിൽ അതിക്രമം കണക്കിന് കുട്ടികൾ പോലും അമേരിക്കയിലൊക്കെ കൂടുതലായിട്ട് കണ്ടു. പരീക്ഷയിൽ ഒന്ന് തോറ്റുപോയതിൻ്റെ പേരിൽ മുറിയിൽ കയറി ആത്മഹത്യ ചെയ്യുന്ന പിള്ളേർ. പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ, നെഗറ്റീവായ അനുഭവങ്ങൾ അതുണ്ടാകണം. ഉണ്ടായില്ലെങ്കിലാണ് നമ്മൾ പൊളിഞ്ഞു. അപ്പോൾ ഈ 2ാമത്തെ കാര്യം ഈ പെൺകുട്ടി പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയിൽ എത്തിച്ചത് എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം, ദൈവവിശ്വാസമാണ്.
ഇവിടെ ഇരിക്കുന്നതെല്ലാം എന്നാണ് +2 കഴിഞ്ഞ കുട്ടികളായി കൂടുതലും, ഒരുപാട് പ്രായമായി പിള്ളേരൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ നിങ്ങളെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ട്, വലിയ പ്രതീക്ഷകളുണ്ട്. ഈ ഇടവകയ്ക്കുണ്ട്, നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ട്, സഭയ്ക്കുണ്ട്, ഈ രാജ്യത്തിനുണ്ട്. അത് പൂർത്തീകരിക്കാനായി നിങ്ങൾ തയ്യാറാണ്. അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ആർ യു റെഡി? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിന്ന് 3ാമത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകളെ കാണും. രാവിലെ ഞാൻ ഇടമറുകിൽ പോയി കാറ്റക്കിസം പഠിക്കുന്ന കുട്ടികളെ കണ്ടു. അവരോട് ഞാൻ പറഞ്ഞു, മക്കളെ നന്നായിട്ട് പഠിക്കണം, എങ്ങനെയെങ്കിലും ജയിച്ചിട്ട് യാതൊരു പ്രയോജനമില്ല. നമ്മുടെ ശിവകുട്ടി അണ്ണൻ വളരെ ഹൃദയ വിശാലതയുള്ള മനുഷ്യനാണ്. അദ്ദേഹം പിന്നെ എല്ലാവരും ജയിപ്പിച്ചു വിട്ടു. 99 എത്ര ശതമാനം 10ാം ക്ലാസ്സിൽ ശതമാനം? 10 കഴിഞ്ഞെന്ന് അറിയത്തില്ല ഈ വർഷം. 10ൽ എല്ലാവരും ജയിച്ചു. 10 അല്ല, നല്ല അറിയാം. ഈ വർഷത്തെ ശതമാനം ചോദിച്ചത് 10ാം ക്ലാസ്സിൽ വിജയശം എത്രയാണ്? 99 പോയിന്റ്. ജയിച്ചു. ഓൾ പ്രൊമോഷൻ കൂട്ടത്തോടെ മറിക്കുക. ഞാൻ റോമിൽ എൻ്റെ ഉപരിപഠനം നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കാഴ്ചപ്പാടിതാണ്, അവിടെ 10ലാണ് മാർക്കിടുന്നത് ബഹുഭൂരിപക്ഷം, അല്ലെങ്കിൽ 100ലായിരിക്കും. 100ൽ 80% മാർക്ക് കിട്ടാത്തവൻ ജയിക്കുക. 8 മാർക്ക് വേണം ജയിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പലരും തോറ്റു. ആത്മഹത്യാ നിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശിവൻകുട്ടിയാണ് കയറ്റിയിട്ടേക്കുക മാർക്ക് 8.6, അതാണ് ഫസ്റ്റ് ക്ലാസ്. 9.6 ആൻഡ് എബോവ്, ദാറ്റ് ഈസ് ഡിസ്റ്റിങ്ഷൻ. ദാറ്റ് ഈസ് ദ സ്റ്റാൻഡേർഡ് വേ ഓഫ് പുട്ടിംഗ് മാർക്ക്. ഇവിടെ 3, 3.5, 4 മാർക്ക് കിട്ടി ജയിച്ചു. ജയിച്ചു നടക്കുക. ഈ ജയിച്ച അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് പോലും വേണ്ടത്ര ഈ ഭാഷാ പരിജ്ഞാനം, മലയാളമോ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റ് ഈ പഠിച്ച വിഷയങ്ങളെക്കുറിച്ച് ഒരു ഗ്രാഹ്യമില്ല. നിലവാരമില്ലാതെ, ക്വാളിറ്റി ഇല്ലാതെ ആര് പാസ്സായാലും ഒരു ഉപയോഗവും. ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ ആ സഹോദരൻ വിദേശത്തേക്ക് പോകുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഐ ആം നോട്ട് അഗൻസ്റ്റ് മൈഗ്രേഷൻ. ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പ്ലാൻ ബിഫോർ ഗോഡ്. ബൈബിൾ മുഴുവൻ മൈഗ്രേഷൻ്റെ ഒരു സ്റ്റോറിയാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ജനിച്ച നാടെല്ലാം വിട്ട് പോരെ, ഞാൻ കാണിച്ച ദേശത്തേക്ക് പോവാം. ഗോഡ് ഹാസ് എ ഡിവൈൻ പ്ലാൻ ഫോർ എവറി മൈഗ്രേഷൻ. ബട്ട് ഐ ആം നോട്ട് ഇൻ ഫേവർ ഓഫ് മൈഗ്രേഷൻ. ഒരു അതിരുവിട്ട മൈഗ്രേഷൻ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള മൈഗ്രേഷൻ, ദാറ്റ് ഇസ് സംതിങ് ഡേഞ്ചറസ്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോയാലും കാനഡയിൽ പോയാലും ന്യൂസിലാൻഡിൽ ഏത് രാജ്യത്ത് പോയാലും നിലവാരമില്ലെങ്കിൽ, ക്വാളിറ്റി ഇല്ലെങ്കിൽ, ഐ വുഡ് സേ യു വിൽ വേസ്റ്റ് യുവർ ലൈഫ് സിംപ്ലി ആസ് എ സ്ലേവ്. ഒരു അടിമയെ പോലെ നിങ്ങൾ ജോലി ചെയ്യേണ്ടതുണ്ട്. കള്ളങ്ങാടി പിതാവ് ഒരിക്കൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്, ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നാൽ നമ്മൾ വെറും അടിമകൾ. നമ്മൾ പോയി നോക്കൂ, നിങ്ങൾ പൊക്കോ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണ്, നോക്കി. ഞാൻ റോമിൽ പഠിക്കാൻ പോയപ്പോൾ ഈ അവിടെ പിന്നെ ഇതുപോലത്തെ ലോഹയല്ല, കറുത്ത ലോഹയും ഒരു വെളുത്ത തേങ്ങാപ്പൂള് പോലത്തെ സാധനം ഇവിടെ വയ്ക്കുക. അതാണ് അച്ഛൻ്റെ വിഷയം. അങ്ങനെ ലോഹയിട്ട് പോകുന്ന അച്ഛനെ കണ്ടാൽ പോലും അവിടുത്തെ സായിപ്പ് മുഖം മറക്കി. അവർക്ക് തെറ്റിദ്ധാരണയുണ്ട്, റോം ഏറ്റവും കൂടുതൽ കള്ളന്മാരുടെ കേന്ദ്രം, വിശുദ്ധ സിറ്റിയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മോറൽ അഗ്ലിനെസ്, ഇമ്മോറൽ ആക്ടിവിറ്റീസ്, കള്ളത്തരം നടക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഈ അച്ഛൻ്റെ വേഷത്തിൽ കള്ളൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സായിപ്പോ അല്ലെങ്കിൽ മദാമ അച്ഛനെ കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ചത്. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ അമേരിക്കയിൽ പോയപ്പോൾ ചങ്ങനാശ്ശേരി എന്നുള്ള ഒരു ചേട്ടൻ വളരെ സങ്കടത്തോടെ, ഞാൻ കത്തീട്ടുപള്ളിയിൽ ഒരു കാപ്പി കുടിച്ചിരിക്കുമ്പോഴാണ് ആ ചേട്ടൻ വന്നു പറഞ്ഞു, എൻ്റെ അച്ഛ, ഞാൻ എത്രയോ വർഷമായിട്ട് അമേരിക്കയിൽ ജീവിക്കുന്നു, എന്നിട്ട് പോലും എത്രയോ ഡിസ്ക്രിമിനേഷനാണ് ഇവര് ഇന്ത്യക്കാരോട് അല്ലെങ്കിൽ മറ്റു രാജ്യത്തു നിന്നവർ കാണിക്കുന്നു. അതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഏതോ ഷോപ്പിങ്ങിന് പോയപ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ടായിരുന്നു, കോവിഡ് സമയമാണ്. അപ്പോൾ ഈ മാസ്ക്
വെച്ചിരിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ആരോ അതിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് വശത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞപ്പോൾ, യു ആർ ആൻ ഇന്ത്യൻ, ഡോണ്ട് കം അഗൈൻ ദിസ് സൈഡ്, തോക്കുകയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമുക്ക് അഭിമാനത്തോടെ നട്ടല് നിവർത്തി ജീവിക്കാനായിട്ടുള്ള ഏറ്റവും പറ്റിയ ഇടം നമ്മുടെ നാട് തന്നെ. പിന്നെ പുറത്തു പോയാൽ കുറച്ച് പൈസയൊക്കെ ഉണ്ടാകും, അടിമയെപ്പോലെ ജോലി ചെയ്യും. നമ്മൾ ചെല്ലുന്ന ആ നിമിഷം മുതൽ നമുക്ക് എല്ലാം തരും. ഏത് കാർ വേണം? ഏറ്റവും മുന്തിയ കാർ തരും, ഏറ്റവും പലേശിലായ കെട്ടിടം തരും, എല്ലാ സൗകര്യം തരും. പക്ഷേ നീ ജീവിതകാലം മുഴുവൻ നടുവൊടിഞ്ഞ് ജോലി ചെയ്യാതെ അതിൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. ആർക്കും തിരിച്ചു വരാൻ സാഹചര്യം അതാണ്, നടുവൊടിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതാണ്, നമുക്ക് ക്വാളിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നല്ല ഗുണമുണ്ടാകണം. അതിനെന്നാ ചെയ്യണം? എന്ത് ചെയ്യണം? ഈ 4 മാർക്ക് വാങ്ങിച്ച ക്വാളിറ്റി ഉണ്ടാക്കി. BSc പരീക്ഷയ്ക്ക് കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ എത്ര ശതമാനം മാർക്ക് വേണം? BSc പഠിക്കാനായിട്ട് കേരളത്തിൽ കോളേജ് അഡ്മിഷൻ ചേർപ്പെങ്കിൽ ചോദിച്ചാൽ മതി, എത്ര ശതമാനം മാർക്ക് വേണം? നമുക്കൊന്നും അറിയുന്നില്ല. ഒരു 95 മാർക്കുണ്ടെങ്കിൽ BScക്ക് അഡ്മിഷൻ കിട്ടത്തുള്ളൂ. ഈ രാജ്യത്തുള്ള ഏതെങ്കിലും സ്റ്റാൻഡേർഡ്, ഇവിടെ ഒരാൾ ഒഡീഷയെ പഠിച്ചു ഞാൻ കിട്ടും, ഒരു പയ്യനെ കിട്ടും. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനും മെഡിസിൻ പഠിക്കാനും, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ഷൈൻ ചെയ്യാനായിട്ട്. പക്ഷേ ക്വാളിറ്റി ഉള്ള 10ാം ക്ലാസ്സിൽ 12ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടണമെന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. തലയ്ക്കകത്ത് മൂള ഉണ്ടാകും, ക്രിയേറ്റിവിറ്റി ഉണ്ടാകും. യു ഷുഡ് ഹാവ് യുവർ ഓൺ വേ ഓഫ് എക്സ്പ്രസിങ് തിങ്സ്. അതില്ലാത്തവനൊക്കെ ചുമ്മാ കാണാപ്പാടം പിടിച്ചിരിക്കുന്നു. സോ ഐ ചലഞ്ച് യു, നിങ്ങൾ നിങ്ങളുടെ എന്താണ് ആ ഒരു എഫിഷ്യൻസി തെളിയിക്കും. ഗുണനിലവാരമില്ലാത്ത പിള്ളേര് വിദേശത്ത് പോയാൽ ചെയ്യുന്ന പണി ഞാൻ പറയട്ടെ, ഒന്നെങ്കിൽ പാത്രം കഴുകുക ഹോട്ടലിൽ പോയി, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കുക, ഗ്യാസ് സ്റ്റേഷനിൽ പോയി ഗ്യാസ് അടിക്കുക. ഇതൊക്കെയാണ് പണികൾ. തുറന്നു പറയുന്നതിൽ വിഷമിക്കേണ്ട. നല്ല അനുഭവമുള്ള 5 വർഷം അമേരിക്കയിലും കാനഡയിലും പോയി ഞങ്ങളുടെ. അമേരിക്കയിൽ പിന്നെ കുറച്ചും കൂടെ കാണുമായിരിക്കട്ടെ, എന്നാലും കള്ളവണ്ടി കയറിയവരൊക്കെ ഉണ്ട്. അതുപോലെ പാസ്പോർട്ടും ഇല്ല, അതുപോലെ സാഹചര്യം ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ഞാൻ ഇവിടെയുള്ള കാര്യം പറഞ്ഞു. ഇവിടെ ഈ ക്വാളിറ്റി എന്ന കാര്യമുണ്ടോ? പുറത്തു പോയ ഒന്നുമില്ല, കോട്ടെ, ഇതൊക്കെ ഉള്ളൂ. ഇവിടെയാണെങ്കിൽ ചുമ്മാ തെക്ക് വടക്കാക്കാം, ഒരു പണിയിൽ ഒരു ജോലി കിട്ടുന്നില്ല. മക്കളെ പഠിക്കണം. ഇവിടെ BScയെ കുറിച്ചൊക്കെ ചില പറയും, അത് കിട്ടിയല്ല. നിങ്ങൾ ഓർക്കണം, ഈ തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കൊല്ലം അങ്ങനെയുള്ള ജില്ലകളിലൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ PScയുടെ കോച്ചിങ് നടത്തുക. അവന് ലക്ഷ്യമുണ്ട്, എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം. ലക്ഷ്യമുണ്ടോ? ലക്ഷ്യബോധം ഉണ്ടോ ആർക്കെങ്കിലും? ഇവിടെ 10 കഴിഞ്ഞാലും 12 കഴിഞ്ഞാലും ഒരു ലക്ഷ്യബോധവും ഇല്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. എന്നാ ജീവിതത്തിൻ്റെ ആഗ്രഹമാണ്. ഓരോ ആഗ്രഹമില്ല, ചുമ്മാ അങ്ങ് പോവുക. അന്തം നടക്കുക. മക്കളെ ചെറുപ്പം മുതൽ ഉദാത്തമായ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കുക, ജോലി ചെയ്യുക, പഠിക്കുക. ഞാനൊരു പെൺകുട്ടിയെ കഴിഞ്ഞ 2 വർഷം മുമ്പ് അവൾ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ വന്നത് അവരച്ഛൻ കൂട്ടിക്കൊണ്ട് വന്നതാണ്. നമ്മുടെ ഇപ്പോഴത്തെ മലയഞ്ചി പറയിലെ വികാരിച്ചും കൂട്ടിക്കൊണ്ട് വന്ന അച്ഛൻ ഈ മംഗളാരാം പള്ളിയിലായിരുന്നപ്പോൾ ഈ ഹിന്ദു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി, അപ്പൻ ഹാർട്ട് പേഷ്യൻ്റ്, അമ്മ അല്പം മാനസികമായ പ്രയാസമുള്ള കുഞ്ഞാണ്, അത് തള്ളയാണ്. അപ്പോൾ ഈ അച്ഛനാണ് ഈ പെൺകുട്ടിയുടെ സർവ്വകാര്യങ്ങളും നോക്കുന്നത്. ആൻഡ് ഹി ഹാസ് എ ഡെഫിനിറ്റ് എൻഡ് ഇൻ ലൈഫ്. ജീവിതത്തിൽ ലക്ഷ്യമുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് ആരായിത്തീരാൻ ആദ്യം? എൻ്റെ മുമ്പിൽ ഒന്നിക്കുക, കൊച്ചിന് ഫീസ് കൺസെഷൻ വേണം, ആർട്ട് ഓൺ കോഴ്സ് പഠിക്കാൻ വന്നിരിക്കുക. അവൾ ബെസേലിസ് കോളേജിൽ
പൊളിറ്റിക്സ് ഫസ്റ്റ് ഇയർ അഡ്മിഷൻ കിട്ടി. അവൾ പാലാ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് ആഡ് ഓൺ കോഴ്സ് പഠിക്കാൻ വന്നിരിക്കും. വാട്ട് ഈസ് യുവർ അംബീഷൻ ലൈഫ്? വളരെ ക്ലാരിറ്റി. എനിക്ക് ഒരു കളക്ടറാണ്, ഒരു IAS ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം IAS? IAS എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് അല്ലേ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ. എന്നെയും കൺഫ്യൂഷൻ ആക്കാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ചില പെൺകുട്ടികളോട് ചോദിക്കും, മോളെ നിനക്ക് IAS ആകാൻ താല്പര്യമുണ്ടോ? അച്ഛാ ഞാൻ ഓൾറെഡി IAS, ഇന്ത്യൻ അടുക്കള സർവീസിൽ ഞാൻ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാണ് അല്ലേ. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഇച്ചിരി അധ്വാനിക്കണം, ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യണം. അപ്പോൾ ആരാണ് എൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് യുവർ ഇൻസ്പിറേഷൻ? ആ പെൺകുട്ടി പറഞ്ഞു, ശ്രീമതി മിനി ആന്റണി. കേട്ടിട്ടുണ്ട് മിനി ആന്റണിയെ കുറിച്ച്? കേട്ടില്ല. സാധാരണ ഞാനൊക്കെ ചെറുപ്പത്തിൽ അവിടെ കോട്ടയം കളക്ടറായിരുന്നു, ജില്ലാ കളക്ടറായിരുന്നു. ഫ്രം ട്രിവാൻഡ്രം ആർച്ച് ഡയസിസ്, ലാറ്റിൻകാരിയാണ്, ഒന്നാന്തരം കത്തോലിക്ക്. അപ്പോൾ ഈ കളക്ടർ 2ാം ക്ലാസ്സിൽ ഈ പെൺകുട്ടി പഠിക്കുമ്പോൾ ഈ കളക്ടറിൻ്റെ വാക്കുകൾ, സംസാരങ്ങൾ, സംവാദങ്ങൾ, ഇതെല്ലാം ഈ പെൺകുട്ടിയിൽ ഒരു വലിയൊരു ആഗ്രഹം ചെലുത്തി, എനിക്കും ഇവരെ പോലെ ഒരു കളക്ടറാണ്. പിന്നെ ചുമ്മാ ഇരിക്കുകയല്ല, എന്നെ അത്ഭുതപ്പെടുന്ന 2ാം ക്ലാസ്സിൽ 7 വയസ്സ് പ്രായമുള്ള പെൺകുട്ടി എല്ലാ ദിവസവും ഹിന്ദു ദിനപത്രം വായിക്കുന്നു. അങ്ങനെ ഒരു പത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. സത്യമേ പറയാമോ? ഹിന്ദു ദിനപത്രം വായിക്കുന്നവരാരെങ്കിലും ഈ കൊടുക്കലുണ്ടോ? അല്ല, ഒരു അതിശയമാണ്. ദീപിക എന്ന പത്രം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആരും. മലയാള മനോരമ. അപ്പൊ പിന്നെ അച്ഛാ നമുക്കറിയാം ഈ പിള്ളേരുടെ ഭാവി അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എന്നാണ്. മക്കളെ, ക്വാളിറ്റി ഉണ്ടാകണമെങ്കിൽ വായിക്കും. ദീപി വായിക്കാറുണ്ട്. ഓക്കെ, അത്രയെങ്കിലും ദീപി വായിക്കാറുണ്ട്, മിടുക്കൻ. അതുകൊണ്ട് ഈ പത്രവായന വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ഇവര് പലരും പറഞ്ഞു വയ്ക്കുന്ന, അച്ഛാ ഇതൊന്നും നമുക്കില്ല അച്ഛാ, ഇത് കത്തോലിക്കിന് കിട്ടാനേ പോകുന്നില്ല ഈ സാധനം, ചുമ്മാ അങ്ങ് അടിച്ചു വിട്ടേക്കുക. നിങ്ങൾക്കറിയോ, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം IAS കേരളത്തിൽ ടോപ്പായി വന്ന 21ാമത്തെ റാങ്കുകാരനുണ്ട്, ചങ്ങനാശ്ശേരിക്കാരൻ ദിലീപ് കെ കൈനക്കര. അവൻ എഞ്ചിനീയറിംഗിലൊക്കെ ഫസ്റ്റ് റാങ്കായിരുന്നു. അതിനുശേഷം അവൻ കൊറിയയ്ക്ക് പോയി, ദക്ഷിണ കൊറിയയ്ക്ക് മൈഗ്രേഷൻ. 5 വർഷം അതിൽ തെക്ക് വടക്ക് നടന്നു. പിന്നെ അവന് ബോധോദയം ഉണ്ടായി. എന്താണ് ഈ ധൂർത്തപുത്രന് ബോധം ഉണ്ടായിരുന്നു. അവൻ തിരിച്ചു വന്നു. ഈ രാജ്യത്ത് അവൻ എന്താണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതി. അവനാണ് കേരളത്തെ ടോപ്പറായി കഴിഞ്ഞ മുമ്പിലത്തെ വർഷം. 1ാം തരം കത്തോലിക്കനാണ്. അവൻ വരും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ കളക്ടറായിട്ട്. തിരുവനന്തപുരം ജില്ലാ കളക്ടറിന്റെ പേര് പറയാമോ? കോട്ടയം ജില്ലാ കളക്ടറിന്റെ പേര് പറയാമോ? വെറുതെ എന്നെ അച്ഛാ മുമ്പിൽ വന്നിരുന്നിട്ട് ഇവനെ വധിക്കരുത്. കോട്ടയം ജില്ലാ കളക്ടർ അരിപ്പടി. നമ്മുടെ സ്വന്തം ജില്ലയുടെ കളക്ടറിനായിരുന്നു ഒരു വിഘ്നേശ്വരിയാണ്, R വിഘ്നേശ്വരി. അപ്പൊ തിരുവനന്തപുരം ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ആള് ജെറോമിക് ജോർജ്. ഹീസ് ഫ്രം രാമപുരം. അദ്ദേഹം ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ പേരൻസ് സെറ്റിൽഡ് ആയിരുന്നു. ഡിഗ്രി പഠനമില്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പാലാ സിവിൽ സർവീസിലിട്ട് വന്നു പഠിക്കാനായിട്ട്. ഡൽഹിക്കാരൻ പാലായി വന്ന് പഠിച്ചു. 74ാമത്തെ റാങ്ക് വാങ്ങി. കഴിഞ്ഞ വർഷം ഓൾ ഇന്ത്യ പരീക്ഷയിൽ കേരളത്തിലെ ടോപ്പർ ആരായിരുന്നറിയോ? ഒരു പെൺകുട്ടിയാണ്, അരുണാപുരംകാരിയാണ്. മുത്തോലി ഇടവോ അല്ല, അരുണാപുരം ഇടവോ ആരായിരുന്നു? പേര് പറയുന്ന 100 രൂപ സമ്മാനം എഴുതട്ടെന്ന് പറഞ്ഞു. ആരാണ്? വെരി ഗുഡ്. പേഴ്സ് ഉണ്ട്. 100 രൂപ പോയി. 100 രൂപ പോയി. ഗഹന നവ്യ ജെയിംസ്.
ജയിച്ചോ, ലോട്ടറി അടിച്ചു. അറ്റ്ലീസ്റ്റ് ആ പേരെങ്കിലും ഓർത്തിരുന്ന IFS ആകാൻ അവളുടെ അമ്മാവൻ കുവൈറ്റിൽ അംബാസഡറാണ് ശ്രീ സിബി പൊടിമറ്റ്. പ്രിയമുള്ളവരെ, ഈ നേഴ്സിംഗ് മാത്രമല്ല പഠിക്കാവുന്ന കോഴ്സ്, അതിനപ്പുറത്ത് ഒരുപാട് നല്ല നല്ല കോഴ്സുകളുണ്ട്. അത് പഠിക്കണമെങ്കിൽ ദൈവം നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. കുഴിമടിയന്മാരെ പോലെ ഇരിക്കരുത്. ഏറ്റവും ഈസിയസ്റ്റ് വേ. നിനക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരുപക്ഷെ നിന്നിലൂടെയാകാം ഈ ദേശത്ത് ദൈവം കൃപ വർഷിക്കുന്നത്. നമ്മളെല്ലാം ഒരു എന്താണ് നമ്മുടെ വിശ്വാസവും ഒക്കെ വലിയ പ്രതിസന്ധിയിൽ കടന്നു പോവുകയാണ്. ദൈവം ഇവിടെ ജോസഫിനെ ഈജിപ്തിലേക്ക് പറഞ്ഞു വിട്ടു. അവൻ ആ ദേശത്തിൻ്റെ അധിപതിയാണ്. ഒരു ഒന്നാമത്തെ IAS ഉദ്യോഗസ്ഥനെ തന്നെ പറഞ്ഞു. അവനിലൂടെയാണ് ആ ദേശം മുഴുവൻ രക്ഷപ്പെട്ടത്. നിങ്ങളിലൂടെ ദൈവം ഈ രാജ്യത്ത്, ഈ ദേശത്ത് ഒരുപാട് നന്മകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. തിരിച്ചറിയണം. ഏറ്റവും എളുപ്പമുള്ളത് മാത്രം നേടിയെടുത്തുകൊണ്ട് അതിനെല്ലാം ഏറ്റവും അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ടതാണ് നമുക്ക് എന്താണ് ക്വാളിറ്റി. ഐ ഗീവ് പ്രൈമറി ഇമ്പോർട്ടൻസ് ടു ദാറ്റ് വേർഡ്. മികവുള്ളവരാണ്, ക്വാളിറ്റി ഉള്ളവരാണ്. അത് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് വായിക്കണം. അടുത്ത കാലത്ത് സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയ പുസ്തകമാണ് ദ കറണ്ട് അഫയേഴ്സ്. കേരളത്തിലെ മുഴുവൻ കോളേജുകളിലും ഇതിന് കോപ്പി കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ടുള്ളവരുണ്ടോ? വായിക്കണം. നിങ്ങൾ കോമ്പറ്റിറ്റീവ് എക്സാം എഴുതണം, പഠിക്കണം, ഒരുങ്ങണം. അതിന് പരപ്പാർന്ന നോളജ് വേണം. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഈ വർഷം 50 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് കോച്ചിങ്ങിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഘട്ടം പരീക്ഷ പൂർത്തിയാക്കിയപ്പോൾ ഒരു 22 ലക്ഷം രൂപ ഓൾറെഡി കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനിയും കിടപ്പുണ്ട്. ഇനി അടുത്ത ഘട്ടം PG കഴിയുന്ന പരീക്ഷ കഴിയുന്ന സമയത്ത് നടത്തും. ഇഫ് എനിബഡി ഈസ് ഇൻട്രസ്റ്റഡ് യു ക്യാൻ കം. വീട്ടിൽ പൈസ ഇല്ലാത്ത പേര് പിടിക്കട്ടെ, കഴിവ് തെളിയിച്ചാൽ. അതുകൊണ്ട് പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമുക്ക് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങൾ ഇനി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ കോപ്പി ഇവിടെ ഏൽപ്പിച്ചേക്കാം. അത് വികാരിച്ചത് ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. ഞാൻ ഈ സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IASകാരെ മാത്രമല്ല വാർത്തെടുക്കുന്നത്. നിങ്ങൾ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞ വിഷമം വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ വികാരിച്ചിൽ പെൺകുട്ടികൾ കുറച്ചൊക്കെ നന്നായിട്ടൊക്കെ സ്വരമൊക്കെ, ആൺകുട്ടികളുടെ സ്വരമൊക്കെ വളരെ ലോലഹൃദയമായിരുന്നു കുർബാനയുടെ സമയത്ത്. എങ്കിൽ നിങ്ങൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്തു. പക്ഷെ കുറച്ചും കൂടി ആക്റ്റീവ്, ഒരു ജീവനില്ലാത്തവരെ പോലെ. നമ്മുടെ ഏതൊരു പാട്രിയാർക്കി സിസ്റ്റമാണ്. എന്താണ് പാട്രിയാർക്കി സിസ്റ്റം? എന്താണ്? നോട്ട് മാട്രിയാർക്കൽ. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കിഴക്കൻ സംസ്ഥാനങ്ങൾ എവിടെയോ ഒരു യാത്രയ്ക്ക് പോയപ്പോൾ ചായക്കടയ്ക്ക് ചായ കുടിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് ക്യാഷറായിട്ടിരിക്കുന്നത്. ചേട്ടൻ തപ്പിപ്പോയപ്പോൾ ചേട്ടൻ പാത്രം കഴിക്കുട്ടി. മനസ്സിലായില്ല? അത് മാട്രിയാർക്കി സിസ്റ്റം. സ്ത്രീയാണ് ഹെഡ് ഓഫ് ദ ഫാമിലി. ഹിയർ ഇൻ കേരള ഫാദർ ഈസ് ദ ഹെഡ് ഓഫ് ദ, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് പാട്രിയാർക്കി സിസ്റ്റം. അപ്പോൾ ആൺകുട്ടികൾ ഇങ്ങനെ നാണംകുണങ്ങളായിരുന്ന നമ്മുടെ കുടുംബത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു പാട്രിയാർക്കി സിസ്റ്റം നിരീക്ഷിക്കുന്നത്. പെൺകുട്ടികൾ മിടുക്കരാണ് എന്ന് ഞാൻ പറയുന്നു. ആൺകുട്ടികൾ കുറച്ചും കൂടി മിടുക്കരാകണമെന്ന് ഞാൻ പറയുന്നു. അല്ലെങ്കിൽ ഇവർ തലേ കയറി നേരിടും. പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാകാൻ കാരണം അതാണ്. ഫീമെയിൽ ഈസ് ദ ഏണിംഗ് മെമ്പർ. ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ അപ്പനാണ്, കുടുംബനാഥനാണ്, അധ്വാനിച്ച് കുടുംബത്തെ പോറ്റേണ്ടത്. പെണ്ണ് ആ ജോലി ഏറ്റെടുത്താൽ പിന്നെ ആണ് പെണ്ണിന് ജോലി കിട്ടും. പിന്നെ അവിടെ പ്രശ്നമാണ്, കോംപ്ലക്സാണ്. അതുകൊണ്ട് ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത് കുറച്ചും കൂടി ഒന്ന് സ്മാർട്ടാണ്. നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങിക്കും. എല്ലാവരും അച്ഛന്മാരാണെന്ന് ഞാൻ പറയുന്നത്. നല്ല ജോലി വാങ്ങിക്കും. ജോലി ഇല്ലാത്തവരെ ഇവിടെ ഡിമാൻഡ് അല്ലേ? ജോലിയുള്ളവർക്ക് ഡിമാൻഡ്.
അത് ഈ പെണ്ണുങ്ങളെ കൊല്ലം പൊക്കിട്ട് പോകുന്നു. അവർ വിദേശത്ത് പോയിട്ട് അവിടെയുള്ള ആരെങ്കിലൊക്കെ കമ്പനിയാണെന്ന് പറയുന്നില്ല കണ്ടെത്തും. എൻ്റെ നീസുണ്ട്, ഞാനെന്തിനാ വെച്ചാൽ ഈ ജോലിയില്ലാത്തൊരു പൊക്കിട്ട് അങ്ങോട്ട് പോകുന്നത്? എനിക്ക് അവിടെയുള്ള ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ഈ കേരളത്തിൽ മുതൽ ഇപ്പോൾ സീറോ മലബാർ സഭ ഏകദേശം 1.25 ലക്ഷത്തോളം ചെറുക്കന്മാർ കല്യാണം കഴിക്കപ്പെടുന്നതാണ്. അതിൻ്റെ ഒരു കാരണം തെക്ക് വടക്ക ജോലി വിടാകണമെങ്കിൽ പഠിക്കണം, നന്നായിട്ട് പഠിക്കണം, നല്ല ജോലി വാങ്ങും. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ കുറേ ചലഞ്ചസ് വയ്ക്കുക. ആ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കണം. ഈ മുത്തോലി ഇടവകയിൽ നിന്നും നല്ല മിടുക്കരായിട്ടുള്ള സഭയിൽ ഒക്കെ സമൂഹത്തിൽ രാഷ്ട്രത്തൊക്കെ നന്നായിട്ട് ജ്വലിക്കുക. നിങ്ങൾ ഓർക്കണം, ഈ കേരളത്തിൽ നിന്നുള്ള ഇതുമാത്രം IAS ഉദ്യോഗ പ്രതിഭ പട്ടേലിൻ്റെ സെക്രട്ടറി കേരളീയനായിരുന്നു. ഞങ്ങൾ ഡൽഹി പോയപ്പോൾ എത്ര രാജകീയ സ്വീകരണമായിരുന്നു. ഒരു അലക്സാണ്ടർ സാർ അദ്ദേഹം മരിച്ചിട്ടുണ്ട്. IAS എല്ലാവർക്കും IAS ആകാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞോളൂ. വേറെ എന്തെല്ലാം മേഖല, നല്ല പോലീസ് ഉദ്യോഗസ്ഥർ പട്ടാളത്തിൽ 22 കാറ്റഗറികളുണ്ട്. ഈ നമ്മുടെ ഈ PSCയുടെ മുൻ മെമ്പർ ലോപ്പസാണ്, അരുവിത്രക്കാരൻ. അദ്ദേഹം പറഞ്ഞ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരേ ഒരു വർഷം ഏതെങ്കിലും ഒരു കോച്ചിങ് നന്നായിട്ട് സീരിയസ് ആയിട്ട് എടുത്താൽ അവരുടെ ക്വാളിറ്റി വർദ്ധിക്കും. ഇത് പഠിക്കും ഏറ്റവും എളുപ്പമാണ്. അങ്ങനെ പോയാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ കയ്യിലുണ്ടാകും, പക്ഷെ നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അതുകൊണ്ട് ഈ യൂത്തിലെ നിങ്ങൾക്കൊരു ചലഞ്ചാകട്ടെ. നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിക്കുക, നന്നായിട്ട് പഠിക്കുക. നമ്മൾ മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് നിങ്ങൾ എന്തെങ്കിലും സഹായിക്കും. സിവിൽ സർവീസുമായിട്ട്, PSC ആയിട്ട്, KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, പബ്ലിക് സർവീസ് കമ്മീഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം 5ാം ക്ലാസ് മുതലുള്ള കുഞ്ഞുങ്ങൾക്കുള്ള പരിശീലനം കൊടുക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ നന്നായിട്ട് മിടുക്കരായിട്ട് കൊണ്ടുവരാൻ പറ്റും. പലർക്ക് അക്ഷരം അറിയത്തില്ല, വായിക്കാൻ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് പിള്ളേരുണ്ട്. ഞാൻ വീടുകളിൽ ചെല്ലുമ്പോൾ ഇത് വരാൻ പറ്റും, 7ാം ക്ലാസ് തരുന്നുണ്ട്, പുസ്തകം എടുക്കാൻ പറ്റും. അവൻ പഠിക്കുന്ന പുസ്തകത്തിന് പോലും ഒരു വാക്ക് കൂട്ടി വായിക്കാൻ അറിയത്തില്ല. പിന്നെ എങ്ങനെ ഈ കൊച്ചി പഠിച്ച് കയറും? അതുകൊണ്ടാണ് ഞാൻ ഈ ജൂൺ മാസം 17-ാം തീയതി മുതൽ 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓൺലൈൻ ഒരു ട്യൂഷനാണ്. 105 മൊഡ്യൂൾ വീഡിയോ ക്ലാസ്സുകൾ 20 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് കൊടുക്കും. 75 ക്ലാസ്സുകൾ പഠിക്കുന്ന വിഷയങ്ങളാണ്. എടുത്തില്ല എല്ലാ വിഷയങ്ങളും, മാത്തമാറ്റിക്സ്, കണക്ക്, അത് തന്നെയാണ് മാത്തമാറ്റിക്സ്, ഹിന്ദി, ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, എല്ലാം 30 ക്ലാസ്സുകൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, കോമ്പിറ്റൻസി. അതുകൊണ്ട് അരിയന്മാരൊക്കെ ഉണ്ട്, അവിടെ ഒന്ന് പറയണം, അവരൊക്കെ ഈ ക്ലാസ്സിൽ ചേർക്കണം. വെറും 2,900 രൂപയുള്ളൂ 105 ക്ലാസ്സുകൾ, 10 മാസത്തെ കോഴ്സ്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും ഇതിന് വേണമെങ്കിൽ ഒരു ബിസിനസ് ആണെങ്കിൽ ചുരുങ്ങിയതൊരു 15,000 രൂപയെങ്കിലും ഇടാം. എനിക്കൊരു 10 ലക്ഷം രൂപ ചിലവുണ്ട്. മക്കളെ, ഞാനിത് പറഞ്ഞത്, ഞാൻ ഫാമിലി ഹോസ്റ്റലിൽ ഡയറക്ടറായിരുന്നപ്പോൾ കുറേ ചേട്ടന്മാർ വന്നു വെച്ചാൽ നമ്മുടെ രൂപത ഒരുപാട് പേര് കല്യാണം കഴിക്കാൻ കിട്ടും, എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്തുന്ന വെച്ചാൽ ഞാനൊരു അഭിമാഹിയൊരു സംഘം നടത്തി. അന്ന് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു. അങ്ങനെയുള്ള ചേട്ടന്മാരുടെ അനിയന്മാർ ഇഷ്ടംപോലെ ഇവിടെ ഇരിപ്പുണ്ട്, ക്ലാസ് മുറികളൊക്കെ ഇരിപ്പുണ്ട്. അവർക്ക് ആ ഗതി ഉണ്ടാകാതിരിക്കാനായിട്ട് ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളും കേന്ദ്രീകളൊന്നും അല്ല അവർക്ക്. നിങ്ങൾക്കൊക്കെ ഡബിൾ മുഖം ഉണ്ടെന്നാണ് പറയുന്നത്. 2 മുഖം, ഒന്ന് അപ്പനെ കാണിക്കുന്നതും ഒന്ന് റിയൽ മുഖം. കളി കാണാൻ പോകുന്നേ ഉള്ളൂ അല്ലേ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. നോക്കിക്കൂ, നിങ്ങളെയൊക്കെ കൊത്തിപ്പറിക്കാനായിട്ട് ആളുകൾ പുറത്തു നിൽക്കും. യു ഷുഡ് ഹാവ് റിയൽ ഫെയ്ത്ത് ഇൻ ഗോഡ്, ഇൻറ്റിമേറ്റ് റിലേഷൻ വിത്ത് യുവർ പാരൻസ്. ഒളിച്ചുകളി വേണ്ട, ഒറ്റമുഖം മതി. നിങ്ങളുടെ പാരൻസ് ആയിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ. താങ്ക് യു. ഈ സാറിൻ്റെ സമയം ഞാൻ ഇവിടെ അതിക്രമിച്ച് നിർത്തി. താങ്ക് യു. നമുക്ക് വളരെ പ്രസക്തമായ രീതിയിൽ ക്ലാസ് അച്ഛൻ നയിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അച്ഛൻ തുടങ്ങിയത് ദൈവവിശ്വാസത്തിലാണ് തുടങ്ങിയത്.
ഏറ്റവും അടിസ്ഥാനപരമായിട്ട് വേണ്ട ഒരു കാര്യമാണല്ലോ ദൈവാശ്രയവും ദൈവവിശ്വാസം. ആ ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ ഏതാനും ഒക്കെ ചില ചിതറി ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അച്ഛൻ പറഞ്ഞ മറ്റൊരു കാര്യം ക്വാളിറ്റി ഉള്ള യൂത്ത് യുവജനങ്ങളാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സിവിൽ സർവീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ ഇവിടുന്ന് ഏതാനും കിലോമീറ്റർ അകലെയുള്ള വളരെ അടുത്തുള്ള സ്ഥാപനമാണ്. അതിൻ്റെ അനന്തമായ സാധ്യതകൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. അച്ഛൻ പറഞ്ഞ പോലെ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകൾ, താഴ്ന്ന ക്ലാസ്സുകൾ കുട്ടികൾ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അച്ഛൻ വേണ്ട ഈ സ്കോളർഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നു. ഏത് രീതിയിലും നിങ്ങളെ സഹായിക്കുവാനായിട്ട് സന്നദ്ധരായിട്ടാണ് ഇരിക്കുന്നത്. രൂപ കേന്ദ്രവും എല്ലാം അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടതെല്ലാം. അപ്പോൾ ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നതിനായിട്ട് സാധിക്കണം. അപ്പോൾ അനുഗ്രഹീതമായിട്ടുള്ള മണിക്കൂറുകളായിരുന്നു കഴിഞ്ഞ മണിക്കൂർ. വളരെ നമുക്ക് അറിവ് പകർന്ന പ്രിയ ബഹുമാനപ്പെട്ട ബെത്താനത്തച്ഛന് ഈ കൂട്ടായ്മയുടെ പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട ഓഫർ ഞാൻ കേരളത്തിൽ ലഭിച്ചുള്ള 5 മുതൽ 8 വരെ ക്ലാസ് പറഞ്ഞു. 9, 10 ബ്യൂട്ടിഫുൾ മാച്ച് പ്രോഗ്രാം ഉണ്ട്. 11ാം ക്ലാസ് കുട്ടികൾക്ക് 11ാം ക്ലാസ്സിൽ 10 മുതൽ 12 വരെ കുട്ടികൾക്കുള്ള പ്രോഗ്രാം എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് സമയമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട മനസ്സിലാക്കുക, അനിയമായിട്ട് മനസ്സിലാക്കിയ നന്നായിട്ട് പിന്നെ നിങ്ങൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം 1 വർഷം അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന ലിജോ സാറാണ്. സാറിനെ നമുക്ക് ശ്രമിക്കാം. ഹായ് മക്കളെ, നെസ്തംബ ഈശോ മെസ്സിഹ, ഇയാളെന്നാ പറയുക അല്ലേ? മകളെ പറ, എന്നായാലും അച്ഛൻ വിളിച്ചുകൊണ്ട് വന്ന ഒരാളല്ലേ? പറ, നെസ്തംബ ഈശോ മെസ്സിഹ. ആഹാ, ഉറക്കെ പറ മകളെ. വേണ്ടതിനൊന്നും അല്ലെന്നേ, അസഭ്യമൊന്നും അല്ലെന്നേ. നെസ്തംബ ഈശോ മെസ്സിഹ. എന്ത് കുത്തെങ്കിലും ആകട്ടെ, ഒന്നുകൂടെ പറ. നെസ്തംബ ഈശോ മെസ്സിഹ. യെസ്, ഒന്ന് ചിരിച്ച് കാണിച്ചേക്കാം. ഇത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ആദ്യം ഇങ്ങനെ പല്ല് കാണാതെ പിന്നെ ഇത്തിരി പല്ല് കാണിച്ച് തുടരട്ടെ. ഇനി ഇച്ചിരി സൗണ്ടോട് കൂടി. ഇനി ഒന്ന് അട്ടഹസിക്കാം. മുത്തോലിയിലെ പിള്ളേരോടാ പറയുന്നത്. അട്ടഹസിക്കാൻ, എന്നെ നോക്കി അട്ടഹസിക്കാനാ പറയുന്നത്. എനിക്കറിയാം ഇത് വരുമെന്ന്. ഇവന്മാരെന്തിനെ ചിരിച്ചതെന്നറിയാമോ? ഇന്നലെ ആരാണ്ട കോഴിക്കോട്ട് നിന്നൊക്കെ ഇറക്കണം. അനിൽ ബാലചന്ദ്രനെ പോലെയുള്ള ഏതോ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള വലിയൊരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ വരും എന്നോർത്തിരുന്നപ്പോഴാണ് നരച്ച് കുറച്ച ഒരു സാധനം ഇങ്ങോട്ട് വന്നേക്കുന്നത്. അതിനകമാര് ചിരിച്ചേ. നല്ല മക്കളെ, യെസ്, താങ്ക് യു. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് ഒന്ന് പിടിച്ച മക്കളെ. വീണ്ടും ചേച്ചിരി നിർത്ത്. അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് പിടിക്കാം. എന്നിട്ട് കൊച്ചു പിള്ളേരോട് പറയുന്ന പോലെ പറയാം. ഒന്ന് കേട്ടേക്കാവോ? ഒന്ന് അനുസരിച്ചേക്കാവോ? ഞാൻ പറയുന്ന ഒന്ന് പറഞ്ഞേക്കാവോ? ഹലോ, വലത് കൈ ചലനശേഷിയുണ്ട്, ഒന്ന് ഉയർത്തിക്ക്. ഹലോ ഹലോ പറയുമ്പോ ഹായ് പറയാൻ പോലും ഇവിടെ അറിയത്തില്ലേ? ഹലോ ഹലോ ഹലോ. അപ്പൊ ആ പണിയൊക്കെ അറിയാം അല്ലേ? അന്ന് കൈ കൂടി ഒന്ന് നോക്കിക്കേ. ഹലോ. കൈയില്ലാത്ത ആമ്പിള്ളേര് നോക്ക് മക്കളെ. യെസ് 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 യെസ്. കുറച്ചുകൂടെ, ഇച്ചിരൂടെ ഉണ്ട്, ഇനിയുണ്ട്, പൊക്കാത്തവരുണ്ട്, ഉണ്ട്. ഉയരട്ടെ ഉയരട്ടെ ഉയരട്ടെ. യെസ്, കമോൺ കമോൺ കമോൺ. യെസ്, ഗുഡ്. ഇനി അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് പറഞ്ഞേ. നിങ്ങൾ
നാക്കില്ല. ഇനി നാക്കുണ്ടാകണം. ഇത്ര നേരം കൊണ്ട് കൈ ഉണ്ടാക്കി, ഇനി നാക്കുണ്ടാകണം. നിങ്ങൾ പറയടാ പറയ, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പറയാൻ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളെപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുക. ഫിലിപ്പി 4:4 കേട്ടോ. അതെന്തിനായി സാറ് ഇവിടെ വന്ന് നമ്മുടെ കരിസ്മാറ്റിക് ധ്യാനം കൊണ്ട് വന്ന? ഒന്നുമല്ല മക്കളെ, അച്ഛൻ ഇവിടെ സൂചിപ്പിച്ച്, വികാരിച്ച് സൂചിപ്പിച്ച്, വികാരി ജനറൽ അച്ഛൻ സൂചിപ്പിച്ചു, ചില സാധനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വന്ന് കുറച്ച് ശബ്ദ കോലാഹലമൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു പോകാൻ പറ്റും. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിക്കണമെങ്കിൽ ഇങ്ങനത്തെ ചില സാധനങ്ങൾ പറഞ്ഞാലേ ഇവിടെ എന്തെങ്കിലും നടക്കുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ പറയാം, നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ സന്തോഷിക്കുവിൻ. ചിരിച്ചേ, ഇപ്പുറത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചേ. താങ്ക് യു. ഒരാളിങ്ങോട്ട് വരാമോ മോനെ, ഒരാളിങ്ങോട്ട് വരാമോ? ഉപദ്രവിക്കുകയല്ല, ഞാൻ പാവാ. ഒരാള് വാ ചക്കര. ഒന്നുമില്ല മക്കളെ, വാ. വെരി ഗുഡ്. നിങ്ങളിൽ നിന്ന് ഒരുത്തൻ പുലിക്കുട്ടിയായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് കുത്തിയിരിക്കുക. നിങ്ങളിങ്ങനെ ചൂടായി വാമായി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. തൊലിയിലെ പിള്ളേരാ. നോക്കു മക്കളെ, അങ്ങോട്ട് മോനെ, അങ്ങോട്ട്. നീ എന്ത് കാണുന്നു? ആൾക്കാരിയ്ക്കുന്നത്. ശരിയാ. നിങ്ങൾ എന്തിനാ ചിരിക്കണേ? നിങ്ങൾ ഇരിക്കല്ലേ? നിങ്ങൾ ആളുകളല്ലേ? ഗുഡ്. വാ. പെൺകുട്ടികളല്ലേ? പെൺപുലി ആരാ? ഓക്കെ, ഗുഡ്. പെൺപുലി, പ്ലീസ് കം ഓൺ. അരമണിക്കൂറേ ഉള്ളൂ കേട്ടോ. വേഗം ചാടി വാ. ആരുമില്ല? യെസ്. കമോൺ. അവിടെ ഇവിടെയൊക്കെ കാലുകളുടെ ചെറിയ ചലനങ്ങൾ ഞാൻ കാണുന്നു. മനസ്സിൽ അതിലേറെ വലിയ ചലനങ്ങൾ കാണുന്നു. പോരട്ടെ. അയ്യേ, മക്കളെ, എനിക്ക് നിങ്ങളെ വിളിക്കാൻ പെട്ടെന്ന് എളുപ്പമാണ് അല്ലേ? പച്ച ചുരിദാറിട്ട കണ്ണാടി വെച്ച നല്ല ധൈര്യക്കുന്ന മോളിങ് എണീറ്റ് വരാൻ പറയാൻ എനിക്ക് എളുപ്പമാണ്. നിങ്ങൾ വരും, എനിക്ക് ഉറപ്പാണ്. പക്ഷെ എനിക്ക് വേണ്ടിയത് ഇതാ. എന്ത് കാണുന്ന മോനെ? ചോദ്യം സിമ്പിൾ അല്ലേ? അല്ലേ, എന്താ കൊച്ചു കാണുന്നതെന്നാ? ഒരു സമൂഹത്തിൽ കാണുന്നു. ഇവരെന്നെ കാണാൻ വന്നതാ. ഞാനിവിടെ ഇവര് കൊച്ചിപ്പൻ്റെ കൂടെയാണല്ലോ. ഇവര് നമ്മുടെ SMIയിലെ ആൾക്കാരാണ്. അത് നമ്മുടെ പള്ളിയിലെ യുവജനങ്ങളാണ്. അപ്പം നമ്മുടെ പള്ളിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതുപോലെ കാര്യങ്ങൾക്ക് അറിയാൻ വേണ്ടി വന്നതാണ്. വെരി ഗുഡ്. പകുതിക്ക് ചേട്ടന്മാരിയ്ക്കുന്നു, യാതൊരു അനക്കവും ഇല്ലാതെ. പുറകിൽ നിന്ന് ആരെങ്കിലും വേണ്ട, സമയം പോവും. മക്കളെ, പക്ഷേ ഒന്ന് എഴുന്നേറ്റ് നിന്നേക്കാമോ? ജീവനുള്ള എൻ്റെ 2 കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു ഈശോയോടൊപ്പം, ഈശോയ്ക്ക് വേണ്ടി, ഈശോയിൽ ജീവിക്കാൻ, ഈശോയ്ക്ക് വേണ്ടി പോരാളികളാകാൻ മുത്തോലയുടെ യുവസാഗരമായി അണിനിരന്നിരിക്കുന്നവരാ നിങ്ങൾ. യുവസാഗര, സന്തോഷം തോന്നിയ ഒന്ന് കൈ പോലും അടിക്കുകയില്ല. മക്കളെ, ചോര തുടിക്കുന്ന യുവജനങ്ങളാണ് നിങ്ങൾ. ഇത്രയും പേര് ഈ ഇടവകയിൽ മുഴുവനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? 10, 11, 12 ഇത്രയും പേര് ഒന്നിച്ചു കൂട്ടിയ വികാരിച്ചന് കൊട്ടിക്ക് ഒരു പെരുമഴ പോലെ ഒരു കയ്യടി. അച്ഛൻ ഇവിടെ ഇല്ലേലും അപ്പുറത്ത് കേൾക്കണം. ഇവിടെ പോലും കേട്ടില്ല, പിന്നെ അപ്പുറത്ത് അട്ടിക്ക മക്കളാക്കട്ടാ. ഇവിടുത്തെ SMIM പ്രസ്ഥാനത്തിന് കൊടുക്ക്. നിങ്ങൾ ഇത്രയും പേരെ ഒന്നിച്ചു കൂട്ടിയതില് ഒരു കയ്യടി കൊടുത്തേ മക്കളെ. SMIM പ്രസ്ഥാനം. അതിലും കൂടുതൽ ആവേശം തോന്നുന്നുണ്ടെങ്കിൽ SMIMന്റെ യുവജനങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഉണ്ടോ? കൈവക്കുക ഇല്ലേ? പെൺപിള്ളേര് മാത്രമുള്ള യൂണിറ്റ് ഇവിടെ ഇല്ലേ? SMIM ആൺപിള്ളേരില്ലേ?
ആവേശം തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കും മക്കളെ. ജയ് ജയ് SMYM. ഒരെണ്ണം വിളിച്ചുകൊണ്ടു മക്കളെ. SMYMലെ യൂണിറ്റിലെ അംഗങ്ങളെ ഇതാണ് ഞങ്ങളെന്ന് കാണിച്ചു കൊടുക്ക്. ഇതാണ് SMYM എന്ന് കാണിച്ചു കൊടുക്ക്. അറിയില്ലേ? നിങ്ങളെന്നെ കാണാൻ നിൽക്കുക. ഒരു പെൺപുലി അവിടെ നിന്ന് ജയ് ജയ് വിളിച്ചിട്ട് നിങ്ങൾ എന്നെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഒന്നുകൂടെ വിളിച്ചു കൊടുത്തേ മക്കളെ. ഇവർക്ക് നാണമുണ്ടോ നോക്കാം. തോറ്റ് കേട്ട ഇല്ല, തോറ്റില്ല. നിങ്ങൾ തിളയ്ക്കും മറിക്കും. യെസ്. അപ്പൊ നിങ്ങൾ ആരാന്നാ പറഞ്ഞേ? ഈ സിസ്റ്ററും കൂടെ എഴുന്നേറ്റ് നിന്നോ? സിസ്റ്റർ കേട്ടോ. ഈശോയോടൊപ്പം, ഈശോയ്ക്ക് വേണ്ടി, ഈശോയിൽ ജീവിക്കാൻ മുത്തോലിയുടെ പോരാളികളാ, പടയാളികളാ. ആണോ? ആണോ? എന്തിനാ? ഒന്നുകൂടെ പറയാം. ഈശോയോടൊപ്പം, ഈശോയ്ക്ക് വേണ്ടി, ഈശോയിൽ ജീവിക്കാൻ മുത്തോലിയുടെ പോരാളികളിതാ. ഈശോയോടൊപ്പം കൈ ഇങ്ങനെ ഒന്ന് എടുക്കുമോ? പ്ലീസ് 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 എടുത്തേ മക്കളെ. ഈശോയോടൊപ്പം ഉയർത്തി പിടിക്കടാ അമ്മനെ. പ്ലീസ് മക്കളെ, പ്ലീസ്. പുറകിലൊക്കെ ഉള്ള, പുറകിലൊക്കെ ഉള്ള. യെസ്, ഗുഡ്. ഈശോയോടൊപ്പം, ഈശോയ്ക്ക് വേണ്ടി, ഈശോയിൽ ജീവിക്കാം. അമ്മയിരുന്നു. അപ്പൊ മുത്തോലിയുടെ പേര് പോരാളികളൊക്കെയാണെന്നുള്ളൊരു ചിന്തയുണ്ടായി. നിങ്ങൾ ഇതൊക്കെ ഒരു ഇങ്ങനെ കടിച്ചു പിടിച്ചുള്ള ഇരിപ്പൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വർത്തമാനം പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. കാരണം അതെൻ്റെ പിഴയാണല്ലോ, അല്ലേ? എനിക്ക് കുഴപ്പമില്ല. ഉഴപ്പാതെ ഇരുന്നാൽ മാത്രം മതി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കിയാലോ ഒന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. നിങ്ങൾ ഇച്ചിരൂടെ ഫ്രീ ആയിട്ടിരിക്കണേ, ഇച്ചിരൂടെ ഫ്രീ ആയിട്ടിരിക്കണേ. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ആ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഒരു യൂണിറ്റിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ മുത്തോലിയിലാണ്. ഇതിനു മുമ്പ് ഇതിലും ഇതിലൂടെ, അതായത് 200 മുകളിലുള്ള ഒരു യുവജനങ്ങളെ ഇതുപോലെ വിളിച്ചു കൂട്ടിയത് അരുവിത്തുറ ഫൊറോനയാണ്. അവിടെ നിങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കി. അരുവിത്തുറ ഫൊറോന ദേവാലയം, കുറവലങ്ങാട് ദേവാലയം, ഇവിടെയൊക്കെ ഫൊറോന മീറ്റിങ്ങുകൾ നടത്തപ്പോൾ ഇതിലും വലിയ യുവജന സമൂഹത്തെ കണ്ടു. അതിനുശേഷം ആദ്യമായിട്ടുള്ള കാഴ്ച മുത്തോലിയിലാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആരെയൊക്കെ? ഇവിടുത്തെ SMYM സ്ഥാനത്ത് നിങ്ങളുടെ മാതാപിതാക്കളെ ഈ നിമിഷം ഇങ്ങോട്ട് പറഞ്ഞു വിട്ട നിങ്ങളുടെ മാതാപിതാക്കളെ. അച്ഛൻ സൂചിപ്പിച്ചായിരുന്നു ഈ വർഷം എന്നാ വർഷം എന്നാ പറഞ്ഞേ? യുവജന വർഷം അല്ലേ? TCBC യുവജന വർഷമായിട്ട്, പ്രത്യേകിച്ച് പാലാ യുവജന വർഷമൊക്കെ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. നമുക്ക് കത്തണം കേട്ടോ. കത്താൻ റെഡിയാണോ? Are you ready? Are you ready? കൈ പൊക്കി പറയാൻ മക്കളെ. Are you ready? എന്തിന് റെഡിയാന്ന? ഈ ഇരിപ്പില് കത്ത് അല്ല, തണുത്തുറഞ്ഞ് ഐസ് ആയി അതിന്റെ അപ്പുറത്തും പോകും കേട്ടോ. ഇല്ല മക്കളെ. യെസ്. Are you ready? കൈ ഉയർത്തി പറ മക്കളെ. Are you ready? അതിന് ഞാൻ ഇരുത്തുന്നേ ഇല്ല. എണീക്ക്, പണ്ടാരടങ്ങാൻ എന്നല്ലേ? ഒരു കുഴപ്പം. ഞാൻ പറയുന്നതിനോട് ഒന്ന് പ്രതികരിക്കാമോ? യെസ്, നിങ്ങൾ പ്രതികരിക്കും. എനിക്കറിയാന്നേ. പാലാ രൂപതയിലെ ചോരത്തിളപ്പുള്ള നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ അല്ലേ? കണ്ണിൽ കനിവുമായി